പാർട്ടി പ്രതിരോധത്തിലായോ എന്നുള്ളതാണ് ചോദ്യം. ശബരിമലയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രതിരോധത്തിലല്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. 3 കാര്യങ്ങളാണ്. ഒന്ന്, ചരിത്രത്തിലൂടെ നിങ്ങൾ കടന്നു വന്നാലും ശബരിമലയുടെ വികസന പദ്ധതികളിൽ CPM-ഉം ഇടതുപക്ഷവും അധികാരത്തിലിരുന്നപ്പോൾ നടത്തിയതിനോളം വികസന പ്രവർത്തനങ്ങൾ മറ്റൊരു കക്ഷിയും നടത്തിയിട്ടില്ല. അഥവാ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. ശബരിമലയിലേക്ക് നമ്മൾ ദർശനം നടത്താൻ പോകുമ്പോൾ പമ്പയിൽ നിന്ന് മല ചവിട്ടി കടന്നു പോകുമ്പോൾ ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ പേര് ചന്ദ്രാനന്ദൻ റോഡ് എന്നാണ്. ആരാണ് ഈ ചന്ദ്രാനന്ദൻ എന്നറിയാമോ? ചന്ദ്രാനന്ദൻ, PK ചന്ദ്രാനന്ദൻ എന്ന് പറയുന്നത് പുന്നപ്ര വയലാറിൻ്റെ വളരെ പ്രിയപ്പെട്ട പോരാളിയാണ്. അദ്ദേഹം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ്. ആ ചന്ദ്രാനന്ദൻ്റെ പേരിൽ എന്തിനാണ് റോഡിട്ടതെന്നറിയാമോ? പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുമ്പോൾ ഭക്തർക്ക് സുഖമായി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പാതയൊരുക്കുക മാത്രമല്ല ഈ PK ചന്ദ്രാനന്ദൻ ചെയ്തത്. എന്നാണ് PK ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരുന്നതെന്നറിയാമോ? 1967 കാലത്താണ്. അന്ന് EMS നമ്പൂതിരിപ്പാട് അധികാരത്തിൽ വരുമ്പോൾ അന്ന് ദേവസ്വം ബോർഡിലെ ജീവനക്കാർക്ക് നാട്ടുകാർ കടം കൊടുക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്താ കാരണം എന്നറിയോ? അവർക്ക് ശമ്പളം കിട്ടാത്ത സാഹചര്യം. ആ ശമ്പളം കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി വെച്ച പാർട്ടിയുടെ പേരേതാണെന്നറിയാമോ? അന്ന് കോൺഗ്രസ് പാർട്ടിയാണ്. പക്ഷേ 1967 പാർട്ടി EMS നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അധികാരത്തിലെത്തുമ്പോൾ ശബരിമലയുടേതടക്കമുള്ള വിഷയങ്ങളിൽ PK ചന്ദ്രാനന്ദനും അന്ന് പ്രാക്കുളം ഭാസി എന്ന് പറയുന്ന അന്നത്തെ RSPയുടെ നേതാവ്, ആ പ്രാക്കുളം ഭാസിയും അടക്കമുള്ളവർ നടത്തിയ ഇടപെടലുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അവരെന്തൊക്കെയാണ് ചെയ്തതെന്നറിയാമോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ പറയുന്ന ശബരിമലയിലെ വികസന പദ്ധതിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യത്തെ ഈ വികസന പരിപാടി ആദ്യം കൊണ്ടുവരുന്നത് ഈ പ്രാക്കുളം ഭാസിയും ഈ PK ചന്ദ്രാനന്ദനുമാണ്. വഴി നിർമ്മിച്ചു കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, ഈ അന്ന് നിലയ്ക്കൽ വരെ വണ്ടി പോവില്ല. അപ്പോൾ വണ്ടി പോവാത്തത് കൊണ്ട് ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ തന്നെ മുൻകൈയെടുത്ത് 2 ബസ് വാങ്ങിയാണ് അത്രയും ദൂരമെങ്കിലും ഈ യാത്രക്കാരെ കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത്. അന്ന് കേവലം 2 ലക്ഷം ആളുകളാണ് മണ്ഡലകാലത്തും മകരവിളക്കിലും ആ കാലഘട്ടത്തിൽ മാത്രം സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് ഒരു ദിവസം സന്നിധാനത്ത് എത്തിയത് എത്ര പേരാണെന്നറിയാമോ? 1,07,000 ആളുകളാണ്. ഇതാ ഞാനിപ്പോൾ കണക്ക് പരിശോധിക്കുകയായിരുന്നു. ഇന്നത്തെ ഏറ്റവും ഒടുവിലുള്ള കണക്ക് കൂടി വരുമ്പോൾ 332.77 കോടി രൂപയാണ് ശബരിമലയിൽ ഇക്കുറിയുള്ള നടവരവ് എന്ന് പറയുന്നത്, മൊത്തം വരുമാനം എന്ന് പറയുന്നത്. ഇത് ചരിത്രത്തിൽ ഏറ്റവും ഉയർന്നതാണ്. ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വരവ് ശബരിമലയിൽ രേഖപ്പെടുത്തിയ വർഷമാണിത്. 297 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം. 1967 2 ലക്ഷം പേര് വന്നിടത്ത് ഇപ്പോൾ എത്തുന്ന മനുഷ്യരുടെ എണ്ണം നോക്കൂ, 32 ലക്ഷം 36 ലക്ഷം ആളുകളാണ്. ഈ 32 ലക്ഷം ആളുകളാണ് ഈ കുറി മണ്ഡലമാസത്തിൽ 41 ദിവസം കൊണ്ട് വന്നത്. ഇനി ഈ മകരവിളക്ക് കൂടി കഴിയുമ്പോഴേക്ക് അത് 50 ലക്ഷം കടക്കും, അഥവാ 45 ലക്ഷമെങ്കിലും കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ മുതൽ ഇങ്ങോട്ട് എങ്ങനെയാണ് ഇടതുപക്ഷം ഭരിച്ചിരുന്ന സന്ദർഭങ്ങളിലെല്ലാം ശബരിമലയുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കിയത്? ഇപ്പോൾ ശബരിമലയിൽ 10 ദിവസത്തെ ഒരു ഉത്സവമുണ്ട്. ഉത്രം മുതൽ ആറാട്ട് വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവം. ആ ഉത്സവത്തിനടക്കമുള്ള പരിപാടികൾ നടത്തിയിരുന്നതും ആറാട്ടുത്സവം തുടങ്ങുന്നതും ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിലാണ്. ഞാനിത് പറഞ്ഞു വന്നത് എന്തിനാണെന്നറിയാമോ? ശബരിമലയെ നശിപ്പിക്കാൻ ഇടതു പാർട്ടിയും CPM-ഉം വലിയ രീതിയിലുള്ള കൊള്ള നടത്തുന്നു എന്ന പ്രചരണം അവാസ്തവമാണെന്നും ചരിത്രത്തിന് നിരക്കാത്തതാണെന്നും പറയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. അത് വരുമാനത്തിൻ്റെ കണക്കിൽ മാത്രമല്ല, അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ കാര്യത്തിലടക്കം. എന്തിനേറെ ശബരിമലയുടെ ഖ്യാതി മറ്റ് സംസ്ഥാനങ്ങൾ, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത് ഈ PK ചന്ദ്രാനന്ദനും സംഘവും ചേർന്ന് നടത്തിയ, ഈ പ്രാക്കുളം ഭാസിയും ഒക്കെ ചേർന്ന് നടത്തിയ അയ്യപ്പ ജ്യോതി എന്ന് പറയുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വലിയ ക്യാമ്പയിനിലൂടെയാണ്. ആ ക്യാമ്പയിനിലൂടെ കൂടിയാണ് ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ആളുകൾ ശബരിമലയെക്കുറിച്ച് അറിയാനും ശബരിമലയിലെ ദർശനത്തിന് വേണ്ടി വരാനും തുടങ്ങിയത് എന്നാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് അത് ഇതേ പേരിൽ തന്നെ 2018 വലതുപക്ഷ സംഘടനകൾ ഒരു അയ്യപ്പ ജ്യോതി പ്രയാണം എന്ന് പറയുന്ന സംഭവമൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പാർട്ടി ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടിയുടെ നേതാക്കൾക്കോ പാർട്ടിക്കോ ഇത് വിശദീകരിക്കുന്നതിന് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ? ഇനി നമ്മൾ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നാൽ, കടകംപള്ളി സുരേന്ദ്രൻ്റെ മൊഴിയെടുത്തു, PS പ്രശാന്തൻ്റെ മൊഴിയെടുത്തു. കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിൽ നിന്ന് ദേവസ്വം ബോർഡിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഒരു കീറ് കടലാസ് പോയിട്ടില്ല. ഒരു ടെലിഫോൺ സംഭാഷണം പോയിട്ടില്ല, ഒരു മെസ്സേജ് പോയിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി 3 ഇടത്ത് കണ്ടുമുട്ടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. അതിലൊന്ന്, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളി സുരേന്ദ്രൻ കണ്ടെത്തിയത് രമണി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുന്ന പാറശാലയിൽ വെച്ചാണ് കണ്ടുമുട്ടിയത്. ആരാണ് രമണി? ഏറ്റുമാനൂരിലെ ഈ സ്റ്റീഫൻ എന്ന് പറയുന്ന കള്ളനെ പിടിച്ചു കൊടുത്ത രമണിക്ക് വേണ്ടി ദേവസ്വം ബോർഡ് വെച്ച് കൊടുത്ത വീടിന്, അത് ദേവസ്വം ബോർഡാണ്, ദേവസ്വം വകുപ്പല്ല, ദേവസ്വം ബോർഡ് വെച്ച് കൊടുത്ത വീടിന് ആ സമയത്ത് സ്പോൺസർഷിപ്പിൽ ഉണ്ടായിരുന്നത് ഉണ്ണികൃഷ്ണൻ
പോറ്റിയാണ്. അത് ദേവസ്വം വകുപ്പുമായി ഒരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ആ സമയത്തും കടകംപള്ളി സുരേന്ദ്രന് ഒരു ബന്ധവുമില്ല, സ്വന്തം മണ്ഡലത്തിൽ പോലുമല്ല. ഇതാണ് ഒരു സന്ദർഭം. രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് ഈ ബാംഗ്ലൂരിൽ വെച്ച് എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയുന്നതാണ്. ബാംഗ്ലൂരിലെ ശ്രീരാമപുരം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ പൂജാരിയായി എന്നറിയപ്പെടുകയും എന്തിന് സോണിയാഗാന്ധി അടക്കം കാണുകയും എല്ലാ നേതാക്കളുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും വ്യവസായികളുമായിട്ട് ഭീമയുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്ന ആളാണ് ഇയാൾ. ഇയാൾക്ക് കേരളത്തിലെ കലാകാരന്മാരുമായിട്ട് ബന്ധമുണ്ടായ ആളായിരുന്നു ഇയാൾ. ആന്റണിയുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ് ഇയാൾ. 2019 ശേഷം അടൂർ പ്രകാശുമായിട്ട് ഏറ്റവും അടുത്ത സൗഹൃദം അഥവാ അറിയാമായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് അടൂർ പ്രകാശ് പോയത് അടൂർ പ്രകാശ് എന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ മാത്രമേ കടകംപള്ളി സുരേന്ദ്രനും അറിയാമായിരുന്നുള്ളൂ. മാത്രമല്ല, നമ്മുടെ മുന്നിൽ ഏതെങ്കിലും ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്നതായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേതായിട്ട് വന്നിരിക്കുന്ന ചിത്രം നിർഭാഗ്യവശാൽ അത് സോണിയാഗാന്ധിയുടേതാണ്. ഞാൻ ഈ കാര്യത്തിൽ സോണിയാഗാന്ധിയെയോ അടൂർ പ്രകാശിനെയോ ആന്റണിയോ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെടുത്തിയ ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ അവരതിൻ്റെ ഗുണഭോക്താക്കളാണെന്നോ അവർ ഏതെങ്കിലും തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചുവെന്നോ വാദമുള്ളയാളെയല്ല. അതേ വാദം തന്നെയാണ് എനിക്ക് കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിലുമുള്ളത്, PS പ്രശാന്തിൻ്റെ കാര്യത്തിലുമുള്ളത്. ഇനി പത്മകുമാറിൻ്റെ കാര്യത്തിലും, എന്നാൽ ഇപ്പോൾ പോയ വിജയകുമാറിൻ്റെ കാര്യത്തിലും ഞാൻ ഉറപ്പ് പറയുന്നു, ഒരു തരി പോലും സ്വർണത്തിൻ്റെ ഒരാനുകൂല്യവും വിജയകുമാർ സ്വന്തമാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാര്യം അയാൾ അങ്ങേയറ്റം ആ അർത്ഥത്തിൽ വളരെ പ്രവർത്തിച്ചൊരു പഞ്ചപാവ മനുഷ്യനാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിജയകുമാറിൻ്റെ കാര്യത്തിൽ, ഇനി പത്മകുമാറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്, പാർട്ടി വിലയിരുത്തിയിരിക്കുന്നത് ഭരണപരമായ വീഴ്ചയാണോ സംഭവിച്ചിരിക്കുന്നത്? പത്മകുമാർ നാം ഇതുവരെ സംസാരിച്ച വിഷയത്തിൽ നിന്നും പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഇടപാടിൽ 1 രൂപ ലാഭമുണ്ടാക്കി എന്നുള്ളൊരു വിവരം പുറത്തു വന്നിട്ടില്ല. ഭരണപരമായ വീഴ്ചയെക്കുറിച്ച് പറയുന്നുണ്ട്. ദേവസ്വം മാനുവൽ തിരുത്തി എന്നുള്ളൊരു മൊഴി ഇപ്പോൾ വിജയകുമാർ കൊടുത്തതായിട്ട് SITയുടേതായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ചാർജ് ഷീറ്റ് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അതെങ്ങനെയാണ് ദേവസ്വം മാനുവൽ തിരുത്താൻ കഴിയുക, ദേവസ്വം ബോർഡ് അംഗത്തിന് എങ്ങനെയാണ് ദേവസ്വം മാനുവൽ തിരുത്താൻ കഴിയുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ. അതൊരു ചട്ടത്തിൻ്റെ കൂടി സ്വഭാവം ഉണ്ടാവുമല്ലോ ദേവസ്വം മാനുവലിന്. അപ്പം മിനിറ്റ്സ് ആയിരിക്കും തിരുത്തിയിട്ടുണ്ടാവുക. മാനുവൽ തിരുത്തി എന്താണെന്ന് വന്നിരിക്കുന്ന വാർത്ത. മാനുവൽ അത് മിനിറ്റ്സാണ്. മിനിറ്റ്സിൽ സ്വാഭാവികമായിട്ടും അതിൽ ചെമ്പ് പാളി എന്ന് പച്ച ലെറ്ററിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ ആ റെഫറൻസ് എങ്ങനെയാണ് വന്നത്? മുരാരി ബാബു കൊടുത്ത സെക്രട്ടറിയായ ജയശ്രീ കൊടുത്തിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ മിനിറ്റ്സിന്റെ ഉദ്ഭവസ്ഥാനം എന്ന് പറയുന്നത് അവിടെയാണ്. പക്ഷേ അവിടെ ഈ പത്മകുമാറിന് തന്റെ ആദ്യം കൊടുക്കുന്നത് ജയശ്രീയാണ്, മുരാരി ബാബുവാണ്. മുരാരി ബാബു കൊടുക്കുന്നതനുസരിച്ച് ജയശ്രീ കൊടുക്കുന്നതനുസരിച്ചാണ് മിനിറ്റ്സിൽ അത് ചെമ്പുപാളി എന്ന് വെട്ടി എഴുതിയിരിക്കുന്നതായി SITയുടെ രേഖയിലുള്ളത്. SIT ഇപ്പോൾ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു അതാണ്. എന്നാൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തുവിടണം എന്ന് എഴുതിയിരിക്കുന്നത് ജയശ്രീയാണ് എന്നുള്ളതാണ് പത്മകുമാറിന്റെ വാദം. മറിച്ചൊരു വാദം പത്മകുമാറിൻ്റെ ഇതില്ല എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെയൊക്കെ ആകത്തുകയായി ഇതൊരു കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ ഇതൊരു ഗൂഢാലോചന നടത്തി സാമ്പത്തിക ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തൊണ്ടി മുതലോ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലാഭവിഹിതമോ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പത്മകുമാർ കണ്ടെത്തണമല്ലോ. എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ പത്മകുമാർ നടത്തിയതായിട്ട് നാം ഇതുവരെ ഇപ്പോൾ തെളിവ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ഭൂമി ഇടപാടുകളുടെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ടോ? ആ വീട്ടിലുള്ള മുഴുവൻ സാധനങ്ങളും SIT റെയ്ഡ് ചെയ്തല്ലോ. റെയ്ഡ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വാർത്ത ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് ചില ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെന്നാണ്. അവാസ്തവമാണ്. അങ്ങനെ ഒരു ഇടപാടും നടത്തിയിട്ടില്ല. ഇയാൾ ആ വീട്ടിൽ അന്തി ഉറങ്ങിയിട്ടില്ല എന്നുള്ള വസ്തുതയും ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളിലൂടെ വന്ന വാർത്തകളിൽ പലതും അടിസ്ഥാനരഹിതമാണ്. അത് വാർത്തയുടെ ഒരു ഘട്ടത്തിൽ അതൊക്കെ സംഭവിക്കാം, കഥകളുണ്ടാവും, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിജസ്ഥിതി എന്താണെന്ന് അറിയണമെങ്കിൽ കുറ്റപത്രം വരേണ്ടതുണ്ട്. കുറ്റപത്രത്തിൽ വരുമ്പോഴാണ് പത്മകുമാറിന് സംഭവിച്ചിരിക്കുന്നത് 3 തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഒന്ന്, സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പങ്കുചേർന്ന് വലിയ ലാഭം ഇയാൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു സാധ്യതയുണ്ടെങ്കിൽ. രണ്ടാമത്തത്, ഇതൊരു ഭരണപരമായ വീഴ്ച മാത്രമാണെങ്കിൽ, അതായത് ഒരു ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് തന്നെ വിശേഷിപ്പിക്കാം, ഉത്തരവാദിത്തപ്പെട്ടയാൾ ഉദ്യോഗസ്ഥന്മാരുടെ ഈ നീക്കം അറിയാതെ പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. 3, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുൻനിർത്തിക്കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യവഹാരങ്ങളോ സാമ്പത്തിക ലാഭമോ ഈ പത്മകുമാർ നേടിയിട്ടുണ്ടെങ്കിൽ. ഈ 3 സാധ്യതകളെ നമ്മുടെ മുന്നിലുള്ളൂ. സ്വർണ്ണക്കൊള്ള തന്നെ വേണമെന്നില്ല, മറ്റേതെങ്കിലും തരത്തിലുള്ള അനുബന്ധ വഴിപാടുകളുമായി ബന്ധപ്പെട്ട് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇക്കാര്യത്തിലും വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ്? അതാണ് അതായത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ നിമിഷം നമ്മുടെ മുന്നിലുള്ളത് ഭരണപരമായ വീഴ്ച എന്ന കാര്യം മാത്രമാണ്. ആയിക്കോട്ടെ, അത് എങ്ങനെയാണത് പ്രൂവ് ചെയ്യാൻ പോകുന്നതാണ് അറിയേണ്ടത്. ഗൂഢാലോചനയാണ് എന്നത് പ്രൂവ് ചെയ്യണമെങ്കിൽ അയാൾക്ക് അതിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ണികൃഷ്ണൻ പോറ്റി
പോറ്റി 2019 സന്നിധാനത്ത് വരുന്നത്. 2019 മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തുണ്ടല്ലോ. പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം 12 ചടങ്ങുകളിൽ പങ്കെടുത്ത തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. എൻ്റെ കയ്യിൽ 7 പ്രധാനപ്പെട്ട തെളിവുകളുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പറയുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും. ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട നാമജപ ഘോഷയാത്ര സംഘടിപ്പിക്കുന്നതിൻ്റെ മുൻപന്തിയിൽ നിന്നയാളാണ്. അന്ന് പാർട്ടിക്കെതിരായിട്ട് നിന്നയാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. പ്രയാർ ഗോപാലകൃഷ്ണൻ പാർട്ടിക്കെതിരായി അന്ന് നാമജപ ഘോഷയാത്ര നടത്തുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തയാളാണ്. ഈ പ്രയാർ ഗോപാലകൃഷ്ണനോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് സന്നിധാനത്ത് വെച്ച് ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഇത് വസ്തുതയല്ലേ? അപ്പോൾ 2019 അതാണ് ആ സ്പേസ് എങ്ങനെ കിട്ടി എന്നതാണ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സന്നിധാനത്ത് കയറ്റിയതാരാണ്? ആ കയറ്റിയതിന് കോൺഗ്രസ് ആണെന്ന് പറഞ്ഞാലും അതിൽ കടകംപള്ളി സുരേന്ദ്രനും ഈ പത്മകുമാറും അടക്കമുള്ളവർക്ക് അതിൽ സംശയം തോന്നേണ്ടിയിരുന്നില്ലേ? പത്മകുമാറും വിജയകുമാറും ശങ്കർദാസും അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാറ്റി നിർത്തേണ്ടിയിരുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. എനിക്ക് പത്മകുമാറിനോടുള്ള വിയോജിപ്പും ഈ ഘട്ടത്തിൽ ഇവിടെ മാത്രമാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനെ അതിലേക്ക് വലിച്ചെടുക്കില്ല. കാര്യം കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് ദേവസ്വം വകുപ്പ് മന്ത്രിയാണ്. സന്നിധാനത്തെ ആരൊക്കെ സ്പോൺസർ കോർഡിനേറ്റർമാരാണ്, സന്നിധാനത്തെ ആരൊക്കെ അവതാരങ്ങൾ എന്നുള്ള കാര്യമൊന്നും ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് അറിയേണ്ട കാര്യമേ ഇല്ല. അത് ദേവസ്വം ബോർഡാണ് തീരുമാനിക്കുക. ആ ക്ഷേത്ര കാര്യങ്ങളിലെല്ലാം ഇടപെടുന്നത് ദേവസ്വം ബോർഡിലെ അംഗങ്ങളാണ്. ദേവസ്വം മന്ത്രി അക്കാര്യത്തിൽ ഇടപെടേണ്ട ഒരു സാഹചര്യവുമില്ല. അങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വരാത്ത സാഹചര്യത്തിൽ 2019 ശേഷം ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് വന്നിട്ടില്ല. പക്ഷേ PS പ്രശാന്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. PS പ്രശാന്ത് വളരെ കൃത്യമായി സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, അതുകൂടി നമ്മൾ പറഞ്ഞു വേണം പോകാൻ. PS പ്രശാന്തിൻ്റെ കാര്യത്തിലും പാർട്ടി കോൺഫിഡൻ്റ് ആണെന്ന് പറയാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംശയിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിടേണ്ടതില്ല. മുരാരി ബാബു കൊടുത്തിരിക്കുന്ന കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഉണ്ണികൃഷ്ണൻ പോറ്റി വാറണ്ടിയുള്ള സ്പോൺസറാണെന്നും ആ വാറണ്ടിയുള്ള സ്പോൺസറുടെ കയ്യിൽ കൊടുത്താൽ ചെലവില്ലാതെ തന്നെ ദ്വാരപാലക ശില്പപാളിയുടെയും കട്ടളപ്പാളിയുടെയും മേൽക്കൂരയുടെ നിറം മങ്ങിയതിൻ്റെയും ഒക്കെ കേടുപാടുകൾ പരമ്പരാഗതമായ രീതിയിലും അതല്ലാതെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ചെയ്തു കൊടുത്തുകൊള്ളാം എന്നുള്ള മുരാരി ബാബുവിൻ്റെ കത്താണ്. ചെറിയ കക്ഷിയാണോ മുരാരി ബാബു? ആ മുരാരി ബാബു എന്ന ദേവസ്വം കമ്മീഷണറുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതിനുശേഷം സെക്രട്ടറിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് ദേവസ്വം ബോർഡ് ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ അറിയണം, 2 കാര്യങ്ങൾ PS പ്രശാന്ത് ചെയ്തു. ഒന്ന്, ഈ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർമാർ, സ്പോൺസർ കോർഡിനേറ്റർമാർ എന്ന് പറയുന്ന ഒരു സംഭവത്തെ ഇല്ലാതാക്കി മാറ്റി. അവരായിരുന്നു യഥാർത്ഥത്തിലുള്ള അവതാരങ്ങൾ. അതിലൊരാളുടെ പേര് സുനിൽ സ്വാമി എന്നാണ്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അവിടെ ഒരു ഡോണർ ഹൗസ് അനധികൃതമായിട്ട് കൈവശം വെച്ചുകൊണ്ടിരുന്ന ഒരു സുനിൽ സ്വാമി, ആ സുനിൽ സ്വാമി ഒഴിവാക്കി. 2, ഒരു ശബരി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് അത്തരം ഇടപാടുകൾ തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യവസായികളിൽ നിന്ന് നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ, അയാളുടെ ഇടപെടൽ ഒഴിവാക്കി. റെജി എന്ന് പറയുന്നയാൾ, അയാളുടെ പേരാണ് ഇപ്പോൾ മറ്റൊരു നേതാവിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്, പ്രതിപക്ഷത്തുള്ളൊരു നേതാവിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അയാളുടെ സന്തത സഹചാരിയായിരുന്നു ഈ റെജി എന്ന് പറയുന്ന ഒരു സ്പോൺസർ തട്ടിപ്പുകാരൻ. ആ സ്പോൺസർ കോർഡിനേറ്ററെയും ശബരിമലയിലെ സന്നിധാനത്തെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിവാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റി നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ അയാളുടെ കയ്യിൽ ഈ ദ്വാരപാലക ശില്പപാളികൾ കൊടുത്തുവിടാൻ പാടില്ല എന്ന തീരുമാനം ഈ ദേവസ്വം ബോർഡ് എടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4 പ്രധാനപ്പെട്ട ഉത്തരവുകൾ ഇറക്കിയിട്ടുണ്ട്. ആ 4 ഉത്തരവുകളും PS പ്രശാന്ത് ഈ SITക്ക് മുന്നിൽ ഹാജരാക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപ്രകാരം തിരുവാഭരണം കമ്മീഷണർ, SP, വിജിലൻസ് ഓഫീസർ, അതേപോലെ ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ, വിജിലൻസ് ഉദ്യോഗസ്ഥർ, ഇവരുടെ സാന്നിധ്യത്തിലാണ് ഈ സ്വർണ്ണപ്പാളി സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോകുന്നതും 2025 ആ ദ്വാരപാലക ശില്പപാളികൾ പിന്നീട് സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നതും. അക്കാര്യത്തിൽ PS പ്രശാന്തിന് ഒരൊറ്റ വീഴ്ചയെ സംഭവിച്ചിട്ടുള്ളൂ. അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാത്തതാണ്. ആ വിവരം കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് PS പ്രശാന്തിന്റെ കാര്യത്തിൽ സംഭവിച്ചത്. ഇതിനും അപ്പുറം ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല. കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിലാവട്ടെ, അതിനും അപ്പുറം ഒരു തെളിവും നമ്മുടെ മുന്നിലില്ല. ആകെയുള്ള തെളിവുകൾ ഇതാണ്. പിന്നെ എങ്ങനെയാണ് പാർട്ടി പ്രതിരോധത്തിലായി എന്ന് പറയുക? അതാണ് ഇനി കുറ്റപത്രം വരുമ്പോഴാണ് ഇതിൻ്റെ വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുക. ഇത് എങ്ങോട്ടാണ് പോയി നിൽക്കുന്നത്, എവിടേക്കാണ് പോയി നിൽക്കുന്നത്. പഞ്ചലോഹ വിഗ്രഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ശബരിമലയിലെ ഏതെങ്കിലും ഒരു പഞ്ചലോഹ വിഗ്രഹം മോഷണം പോയിട്ടുണ്ടെങ്കിൽ അത് ഇതിനു മുമ്പ് തന്നെ അറിയേണ്ടതാണ്. ഇതുവരെയും അത് അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇനി ഈ അന്വേഷണം പോയി എത്തിച്ചേരേണ്ട ഒരു പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കുടിമരം അടക്കമുള്ള വിഷയങ്ങൾ. സ്വർണ്ണക്കുടിമരം പൂശുന്നതേ, സ്വർണ്ണം രണ്ടാമത് പൂശുന്നത് എപ്പോഴാണെന്നറിയാമോ? ഈ സ്പെഷ്യൽ അഭിഭാഷക കമ്മീഷണറായിരുന്ന ഈ കുറിപ്പിൻ്റെയൊക്കെ സമയത്താണ് ഇത് പൂശുന്നത്, പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ സമയത്ത്. ആ സമയത്തും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. ആ സ്വർണ്ണക്കൊടിമരം പൂശുന്നതിൽ എന്തൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, നേരത്തെ നമ്മൾ സംസാരിച്ച വാജുവാഹനമടക്കമുള്ള കാര്യത്തിലുള്ള ദുരൂഹത, ഇതൊക്കെ ഇനി പുറത്തു വരണം. പക്ഷേ അതൊന്നും ഈ SIT അന്വേഷണത്തിൽ വരില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എക്സ്ക്ലൂസീവ്ലി ഇത് സ്വർണ്ണക്കൊള്ളയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കും. ഈ പഞ്ചലോഹ വിഗ്രഹത്തിന് മോഷണമൊന്നും എനിക്ക് തോന്നുന്നില്ല വലിയ സീരിയസ് ആയിട്ട് ഇനി വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. കാര്യം ഡീമണിയെ ചോദ്യം ചെയ്തിരുന്ന ഇപ്പോൾ വിട്ടയച്ചത് തന്നെ ഒരുപക്ഷെ അതിൻ്റെ സൂചനയാണ്. മറ്റൊരു തെളിവും നമ്മളുടെ അറിവിൽ SITക്ക് പഞ്ചലോഹ വിഗ്രഹവുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാർട്ടി പ്രതിരോധത്തിലാണോ എന്ന ചോദ്യത്തിന് പാർട്ടി പ്രതിരോധത്തിലല്ല
പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. Meet the editors.